ഹലോ എല്ലാവർക്കും നമസ്കാരം. NTRRB SSC യൂട്യൂബ് ചാനലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എക്സാംസിനെ പറ്റിയിട്ടൊന്നുമല്ല, നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടും ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ ഏത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിലെല്ലാം തന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നത്. സോ ഈ സബ്ജക്റ്റിൽ എങ്ങനെ നിങ്ങൾക്ക് 100-ൽ 100 ഉറപ്പാക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ചില ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള സിലബസ് ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സെൻട്രൽ ഗവൺമെന്റിൽ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട് അല്ലേ. CGL ഉണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, GD കോൺസ്റ്റബിൾ ഉണ്ട്, CPO ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, JE എക്സാം ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്. അതിലെല്ലാം തന്നെ റീസണിങ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സിലബസിൽ തന്നെയാണ് പോകുന്നത്. ചിലപ്പം 1-2 സബ് ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പൊതുവേ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ റീസണിങ്ങിന്റെ ഒരു സിലബസിന്റെ പല എക്സാംസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ജനറൽ സിലബസ് ആണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന, ഒരു എക്സാം സ്പെസിഫിക് സിലബസ് അല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ടോപ്പിക്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക്സ് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് ഞാൻ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വെറുതെ ബോറിംഗ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് ലിസ്റ്റ് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ക്ലാസിഫിക്കേഷൻ, അനാലജി, സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, റാങ്കിംഗ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കാലണ്ടർ ആൻഡ് ക്ലോക്സ്. നെക്സ്റ്റ് നമുക്ക് ഇവിടേക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, ബ്ലഡ് റിലേഷൻ, മിസ്സിംഗ് നമ്പർ, വെൻ ഡയഗ്രം, സിലോജിസം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ടോപ്പിക്സിൽ വരുന്നത്. ഇനി ക്യൂബ്സ് ആൻഡ് ഡൈസസ്, ഇത് ഫുള്ള് നോൺ വെർബൽ റീസണിംഗ് ആട്ടോ. ടോപ്പിക്സിന് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ള ഒരു കോമന്റ്സിൽ ചോദിച്ചാൽ മതി, ഒരു വീഡിയോയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ പറ്റി പഠിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇനി വഴിയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിൽ വരുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് വരുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് അസംഷൻ, സ്റ്റേറ്റ്മെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതിൽ തന്നെ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആർഗ്യുമെന്റ്സും വരാറുണ്ട്. ഡേറ്റ സഫിഷ്യൻസി, മാട്രിക്സ് സീക്വൻസസ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ സിലബസിൽ വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിലും റീസണിങ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് സാധാരണ വരാറുള്ള, നിങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ എന്തുമാത്രം വെയിറ്റേജ് ആണ് റീസണിങ്ങിന് വരുന്നതെന്നും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ എക്സാം ആണ്. സോ അതിന്റെ വെയിറ്റേജ് നോക്കിക്കേ. ഇവിടെ ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങും തുല്യ വെയിറ്റേജ് ആണ്. 50 ചോദ്യങ്ങളിൽ നിന്നും 50 മാർക്കാണ് വരുന്നത്. പക്ഷെ കൂടുതൽ പ്രിഫറൻസ് ഇതൊരു സ്റ്റെനോഗ്രാഫർ എക്സാം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനാണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വീഴുന്നത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ് വീക്ക് ആയിട്ടുള്ളവർക്കൊക്കെ ഈസിലി നിങ്ങൾക്ക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് മാർക്ക് നേടാൻ പറ്റുന്നതാണ്. കാരണം എന്തായിരിക്കും കാരണം? ഇത് സ്റ്റാറ്റിക് ആണ് അല്ലെ. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ എപ്പോഴും പുതിയ ഡെവലപ്മെന്റ്സ് ഒന്നും വരാറില്ല, GK പോലെയല്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഒരുപാട് റിക്രൂട്ട്മെന്റ് നടക്കുന്ന എക്സാം ആണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾ നോക്കിയാൽ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ അതേ വെയിറ്റേജ് തന്നെയാണ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വരുന്നത്. ഇനി നമ്മുടെ ഡൽഹി പോലീസ് ആൻഡ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ, ഫോഴ്സസിലേക്കുള്ള, ആംഡ് ഫോഴ്സസിലേക്കുള്ള എക്സാംസ് നോക്കിക്കേ. അവിടെ നിങ്ങളുടെ CPOയുടെ എക്സാം പാറ്റേൺ നോക്കിയാൽ 50 മാർക്കാണ്. വീണ്ടും തുല്യ വെയിറ്റേജ് തന്നെയാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വരുന്നത്. ഇനി അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ടെക്നിക്കൽ എക്സാം ആണ് കേട്ടോ. ടെക്നിക്കൽ സബ്ജക്റ്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജനറൽ പേപ്പറും ഉണ്ട്. സോ അവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ജനറൽ പേപ്പറിൽ ഇവിടെ റീസണിങ്ങും ജനറൽ അവയർനെസ്സും മാത്രമാണ് വരുന്നുള്ളൂ. അവിടേക്ക് മാത്സ് പോലും വരുന്നില്ല. അതിലും ഇവിടെ നിങ്ങൾക്ക് വരുന്നത് 50 മാർക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരൊറ്റ സബ്ജക്ട് പഠിച്ചാൽ ഏതൊക്കെ എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. CGL-ഉം CHSL എക്സാമും എന്താണ് പ്രത്യേകത? വീണ്ടും നിങ്ങൾ നോക്കുക, 4 സബ്ജക്ട് ഉണ്ട്, തുല്യ വെയിറ്റേജ് ആണ്. സോ CHSL-നും CGL-നും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം 50 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ MTS എക്സാമിനേഷൻ ആണ്. സോ MTS എക്സാമിനേഷനിലും അതേപോലെ തന്നെയാണ് വെയിറ്റേജ് വരുന്നത്. സോ മാത്സിനും റീസണിങ്ങിനും ഒരേ വെയിറ്റേജ് ആണ്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വീഴുന്ന മാർക്കിൽ വ്യത്യാസമുണ്ട്. അതായത്
CGL-ലും CHSL-ലും ഒരു ക്വസ്റ്റിന് 2 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷെ ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ് കേട്ടോ. വെയിറ്റേജിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മേജർ ആയിട്ട് SSC-യിൽ വരുന്ന എക്സാംസും അതിന്റെ സിലബസും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട എക്സാംസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും റീസണിങ് ഇല്ലാതെ ഉണ്ടോ, അല്ലെങ്കിൽ വെയിറ്റേജ് കുറച്ച് കുറവ് വന്നിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? മാത്സിന്റെ ഒപ്പം തന്നെ അല്ലേ, ഇനി മാത്സ് ഇല്ലാത്ത എക്സാംസിലും റീസണിങ് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ പൊതുവേ റീസണിങ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഒന്നും വേണ്ട. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പം ഞാനിവിടെ ഒരു ഡയഗ്രാം എടുത്തിട്ടുണ്ട്. ഹൗ ആർ ടോപ്പിക്സ് റിലേറ്റഡ്? ഇവിടെ ഞാനിപ്പോൾ ഒരു 4 സ്ലൈഡിൽ മേ ബി ഒരു 6-7 ടോപ്പിക്സ് വെച്ചിട്ട് അത്യാവശ്യം ഒത്തിരി നമ്പർ ഓഫ് ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങളെല്ലാം ഓരോന്നും ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ ടോപ്പിക്സ് ക്ലബ് ചെയ്യാമെന്നും എങ്ങനെ ടോപ്പിക്സ് റിലേറ്റഡ് ആണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ ഒരു നമ്പേഴ്സ് ആൻഡ് ആൽഫബെറ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് നമ്പേഴ്സ് എങ്ങനെ റിലേറ്റഡ് ആണ്, ആൽഫബെറ്റ്സ് നമ്പേഴ്സുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്, അതായത് ആൽഫബെറ്റ്സിന്റെ പ്ലേസ് വാല്യൂ ഒക്കെ വരുന്ന കോൺസെപ്റ്റ് ആണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 4 ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റും. കാരണം ഓഡ് വൺ ഔട്ടിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ വേർഡ്സ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്പേഴ്സും ആൽഫബെറ്റ്സും വെച്ചിട്ടായിരിക്കും. ഇനി അനാലജിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഇതേപോലെ തന്നെ ഇതേ ലോജിക്കലാണ്. വേർഡ് ബേസ്ഡ് ഉണ്ട്, വേർഡ് ബേസ്ഡ് കൂട്ടാതെയുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി സീരീസ്, നമ്പർ സീരീസും വരും, ആൽഫബെറ്റ് സീരീസും വരും. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അവിടെയും ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 ടോപ്പിക്സ് ഈസിലി നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ടോപ്പിക്കിനും 4-5 ദിവസം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കോൺസെപ്റ്റ് ഇത് പഠിക്കാൻ മേ ബി നിങ്ങൾ ഒരു 2-3 ദിവസം എടുത്തോളൂ. പക്ഷേ സ്റ്റിൽ ആ 2-3 ദിവസം വർത്ത് ആയിരിക്കും. കാരണം ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കവേർഡ് ആയി പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് റിലേറ്റ് ചെയ്യുന്ന കാര്യം. ഇനി അടുത്തത് നോൺ വെർബൽ റീസണിംഗ് ആണ്. എന്താണ് ഈ നോൺ വെർബൽ റീസണിംഗ് എന്ന് വെച്ചാൽ? വെർബൽ അല്ലാത്ത റീസണിംഗ് അല്ലേ? അതെന്താണ് സാധനം? കൂടുതലും ഇമേജസിനെയൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന റീസണിംഗ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ വെർബൽ റീസണിംഗിൽ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. പേപ്പർ ഫോൾഡിംഗ്, പേപ്പർ കട്ടിംഗ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, പാറ്റേൺ കംപ്ലീഷൻ, ഫിഗർ സീരീസ്, എംബഡഡ് ഫിഗേഴ്സ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമോ? മിററിൽ കാണുന്ന ലാറ്ററൽ ഇൻവേർഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആള് നിൽക്കുന്നു എന്ന് കരുത്. ഓക്കെ, അപ്പൊ അയാളുടെ ഈ സൈഡിൽ നമ്മളൊരു മിറർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മിറർ ഇമേജ് എങ്ങനെയായിരിക്കും പോകുന്നത്? അയാളുടെ ലെഫ്റ്റ് റൈറ്റിലും റൈറ്റ് ലെഫ്റ്റിലും വരും അല്ലെ? ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ നോൺ വെർബൽ റീസണിങ്ങിന്റെ മൊത്തം ബേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, മിറർ ഇമേജും വാട്ടർ ഇമേജും ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ. പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് ഇത് തന്നെയാണ്. പാറ്റേൺ കംപ്ലീഷനും ഓൾമോസ്റ്റ് ഇതാണ്. എംബഡഡ് ഫിഗേഴ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫിഗർ സീരീസിലും ഇത് വൺ ഓഫ് ദ കോൺസെപ്റ്റ്സ് ആണ്. സോ ഇത് ഒരു മെയിൻ കോൺസെപ്റ്റ് ആയിട്ട്, അതായത് വിഷ്വലി ലാറ്ററൽ ഇൻവേർഷൻസ് എങ്ങനെ, മിറർ ഇമേജസ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒട്ടുമിക്ക ടോപ്പിക്സും നോൺ വെർബൽ റീസണിംഗിൽ വരുന്നത്. അപ്പൊ അതിൽ കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്, കുറച്ച് ട്രിക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു മൊത്തം ഏരിയ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് മാസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ തന്നെ കൺക്ലൂഷൻസ് വരും, അസംഷൻസ് വരും, കോഴ്സ് ഓഫ് ആക്ഷൻ വരും, ആർഗ്യുമെന്റ്സ് വരും, ഇൻഫറൻസ് വരും. ഇതൊക്കെ തമ്മിൽ എന്താ അത്ര വ്യത്യാസം അല്ലെ? ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തത് പ്രോപ്പർ കൺക്ലൂഷൻ ആണോ, അങ്ങനെ അറിയാൻ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അല്ലെങ്കിൽ കൺക്ലൂഷൻ മനസ്സിലായി, ശരി, സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ളത് ഇനി അസംഷൻ ആണോ? അസംഷനും കൺക്ലൂഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഇത്രയുള്ള വ്യത്യാസം. നമുക്ക് കുറച്ചും കൂടെ ഉറപ്പുള്ളതിനെ നമുക്ക് കൺക്ലൂഷൻ എന്ന് പറയാം. എന്നാൽ അത്ര ഉറപ്പില്ലാത്ത, നമ്മൾ അനുമാനം എന്നൊക്കെ പറയില്ലേ, ഏറെക്കുറെ ആ ഒരു സാധനമാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാകും, ചെറിയ ചെറിയ കുറച്ച് കീ വേർഡ്സ് ഉണ്ട്. അതിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തന്നിരിക്കുന്നത് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ആണോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അസംഷൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ബേസിക്കലി ഇതിന്റെ എല്ലാം ബേസ് സെയിം ആണ്. ഇവിടെ വരുന്ന ആ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്താൽ ഈ മൊത്തം ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു, അതിന്റെ കൺക്ലൂഷൻ ആയിട്ടോ അസംഷൻ ആയിട്ടോ കോഴ്സ് ഓഫ് ആക്ഷൻ ആയിട്ടോ ആർഗ്യുമെന്റ് ആയിട്ടോ വിൽ അല്ലെങ്കിൽ എവ്രി, ഓൾ,
നോ എന്ന് പറയുന്ന വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റായിരിക്കും, അതൊന്നും കറക്റ്റ് ആവാൻ പോകുന്നില്ല. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഇവിടെ കവർ ചെയ്തു, പക്ഷേ എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ചില ടോപ്പിക്സ് ഒക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ എവിടെയും റിലേറ്റ് ചെയ്തില്ല, കാരണം അതിന്റെ ടോപ്പിക്സിൽ എന്താ പറയാ, അതിന്റെ കോൺസെപ്റ്റ് തന്നെ ഡിഫറെന്റ് ആണ്. അതിനെ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാമെങ്കിൽ തന്നെ മേ ബി സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അതിനെ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് മാത്സ് ആണ്. അപ്പോൾ അതിൽ മാത്സ് തന്നെ വേണം, അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. പക്ഷെ അങ്ങനെയുള്ളത് നിങ്ങൾ പേടിക്കേണ്ട, അതിനും ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സിനൊക്കെ ഇഷ്ടം പോലെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. Rajan started from his house and went 2 kilometers east. Then he turned right and went 3 kilometers. Again he turned right and went 3 kilometers. Again right and going 1 kilometer he reached. Again he turned right and covered 1 kilometer, and finally after turning right and going 1 kilometer he reached point K. In which direction was Rajan walking when he reached? ഇതാണ് ചോദ്യം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ, സ്റ്റെനോഗ്രാഫർ 2014 നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യുക? ഷോർട്ട് കട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു റെഫറൻസ് ഡയഗ്രാം വെക്കും അല്ലേ. ഇവിടെ നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, നെക്സ്റ്റ് ഈസ്റ്റും വെസ്റ്റും നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നു സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഹൗസ് ആൻഡ് വെന്റ് 2 kilometers ഈസ്റ്റ്. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കും. ഇനി ദെൻ ഹി ടേൺ റൈറ്റ് ആൻഡ് വെന്റ് 3 kilometers. റൈറ്റ് നേരെ താഴേക്ക് 3 kilometers പോയി. ആൻഡ് ഹി ടേൺ റൈറ്റ് ആൻഡ് വെന്റ് വീണ്ടും അടുത്ത 3 kilometers. വീണ്ടും റൈറ്റ് എന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങോട്ട് പോയി 3 kilometers. Again he turned right and covered വീണ്ടും 1 kilometer. Finally he turned right and going 1 kilometer he reached point K. അപ്പോൾ ഇവിടം വരെ പോയിട്ട് ഇയാൾ ഇവിടെ എത്തി. അപ്പൊ ഇപ്പൊ ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പൊ ഇതാ ഇയാൾ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇത് ഏത് ഡയറക്ഷൻ ആണ്? നമ്മുടെ ഈസ്റ്റ് ആണ്. ക്വസ്റ്റന്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ഡിയിലുള്ള ഈസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും സോൾവ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് പഠിച്ചാൽ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇത് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ക്ലബ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ആണ് വരുന്നതെങ്കിലും നിങ്ങൾക്ക് അവിടെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യാം. അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു ഷോർട്ട് കട്ടിലൂടെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് മുഴുവൻ ഞാൻ ഇറേസ് ചെയ്ത് കളയാണ് കേട്ടോ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഈസ്റ്റിലേക്ക് പോയി. നമ്മുടെ ഡിറക്ഷൻ ഡയഗ്രാം പോലും വരയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇയാൾ കുറെ തവണ റൈറ്റ് ടേൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര റൈറ്റ് ഉണ്ടെന്ന് നോക്കിക്കേ. ഇതാ ഇയാൾ ഒന്നാമത് റൈറ്റ് തിരിഞ്ഞു, അടുത്ത റൈറ്റിലേക്ക് പോയി, പിന്നെ ഇയാൾ റൈറ്റിലേക്ക് പോയി, എന്നിട്ട് വീണ്ടും ഇയാൾ റൈറ്റിലേക്ക് പോയി. സോ 4 തവണ തിരിഞ്ഞു. ഒരാൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും അയാൾ 4 തവണ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റോ തിരികെയാണ്. 90 ഡിഗ്രി ടേൺ ചെയ്യുകയാണെങ്കിൽ അവസാനം അയാൾ എവിടെ എത്തും? 90 × 4 360. അയാൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ തന്നെ എത്തും. ഓക്കെ, അപ്പൊ ഇയാൾ ആദ്യം ഇങ്ങോട്ട് പോയി. ഡയഗ്രാം വരയ്ക്കേണ്ട കാര്യമില്ല, ഡയഗ്രാം ഇല്ലാതെ സോൾവ് ചെയ്യാം. മനസ്സിലാക്കാൻ വേണ്ടി ഡയഗ്രാം വരയ്ക്കുന്നതേ ഉള്ളൂ. ആദ്യം ഇങ്ങോട്ട് പോയി, ഒരു റൈറ്റ് എടുത്തു, അടുത്തെടുത്തു. ഇയാൾ പോകുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അയാള് ഈസ്റ്റിലേക്കല്ല, അയാൾ വെസ്റ്റിലേക്കാണ് പോയത്. എന്നിട്ട് അയാൾ 4 റൈറ്റ് പോയി, അയാൾ എവിടെ എത്തി? വീണ്ടും വെസ്റ്റിൽ തന്നെ എത്തും. അയാൾ ഇനി നോർത്തിലേക്ക് പോയി, അയാൾ 4 ലെഫ്റ്റ് ആണ് പോയത്, അയാൾ എവിടെ എത്തും? വീണ്ടും നോർത്തിൽ തന്നെ എത്തും. സോ 4 തവണ സെയിം ഡിറക്ഷനിലേക്ക് ടേൺ ചെയ്താൽ 360 ഡിഗ്രി, അല്ലെങ്കിൽ അയാൾ എവിടെയാണോ പോയിക്കൊണ്ടിരുന്നത് അവിടെ തന്നെയാണ് എത്തുക. സോ നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട, ഡയറക്ട്ലി ഓപ്ഷൻ നമ്പർ ഡി ഈസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി എല്ലാ ക്വസ്റ്റ്യനും 4 തവണ റൈറ്റ് വന്നില്ലെങ്കിലോ, 2 റൈറ്റ് ആണ് വരുന്നതെങ്കിലോ, അപ്പോൾ അവിടെ 90 ഡിഗ്രി അല്ല, 360 ഡിഗ്രി അല്ല, 180 ഡിഗ്രി എന്തായിരിക്കും അവിടെ? യു ടേൺ. സോ ഫോർ എക്സാമ്പിൾ ഒരാൾ നോർത്തിലേക്ക് പോകുന്നു. ഓക്കെ, അയാൾ ആദ്യം ഒരു റൈറ്റ് എടുക്കുന്നു, വീണ്ടും ഒരു റൈറ്റ് എടുക്കുന്നു, അയാൾ എവിടെ എത്തും? യു ടേൺ എടുത്തു, നേരെ സൗത്തിലേക്ക് പോകും. സോ 2 റൈറ്റോ 2 ലെഫ്റ്റോ ഒരു ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അതെന്താണ്? ഡയറക്ട്ലി ജസ്റ്റ് യു ടേൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു റൈറ്റും ഒരു ലെഫ്റ്റും വന്നു, അല്ലെങ്കിൽ 2 റൈറ്റും 2 ലെഫ്റ്റും വന്നു, അവിടെ എന്താ സംഭവിക്കുക? എപ്പോഴും ആലോചിക്കുക, ഒരു റൈറ്റിന്റെ കൂടെ ഒരു ലെഫ്റ്റ് വന്നാൽ ക്യാൻസൽ, അവിടെ 0 വരും. ആദ്യം ഒരാൾ നോർത്തിലേക്ക് പോയി, എന്നിട്ട് അയാൾ ആദ്യം റൈറ്റ് എടുത്തു, പിന്നെ അയാൾ ലെഫ്റ്റ് എടുത്താൽ പോകുന്നത് വീണ്ടും നോർത്തിലേക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം പോലും വേണ്ട, ഈസിലി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വേറൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, CGL-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
വായിച്ചു നോക്കാം. ഇൻ എ റോ ഓഫ് മെൻ, Manoj is 30th from the right and Kiran is 20th from the left. When they interchange their position, Manoj becomes 35th from the right. What is the total number of people in the row? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡറിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഡയഗ്രാം വരച്ചിട്ടായിരിക്കും എല്ലാവരും സോൾവ് ചെയ്യുക. സോ ആദ്യം എങ്ങനെ അങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം, എന്നിട്ട് അല്ലാതെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നു മനോജ് ഇസ് 30th ഫ്രം ദി റൈറ്റ് ആൻഡ് കിരൺ ഇസ് 20th ഫ്രം ദി ലെഫ്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഡയഗ്രാം വരയ്ക്കുകയാണ്. മനോജ് ഇസ് 30th ഫ്രം ദി റൈറ്റ്. നമ്മുടെ മനോജിനെ നമുക്ക് ഇവിടെ വെക്കാം. റൈറ്റ് സൈഡിൽ നിന്നും 30th ആണ് മനോജ്. ഓക്കെ, കിരൺ ഇസ് 20th ഫ്രം ദി ലെഫ്റ്റ്. കിരണിനെ നമുക്ക് ഇവിടെ വെക്കാം. ലെഫ്റ്റിൽ നിന്നും 20th ആണ്. ഇനി എന്ത് ചെയ്തു, അവരുടെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തു. സോ നമ്മുടെ കിരൺ നേരെ ഇവിടെ എത്തി, അതുപോലെ തന്നെ മനോജ് നേരെ ഇവിടെ എത്തി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. നൗ മനോജ് ബിക്കംസ് 35th ഫ്രം ദ റൈറ്റ്. അപ്പോൾ ഇപ്പത്തെ മനോജിന്റെ പൊസിഷൻ ഏതാണ്? റൈറ്റ് സൈഡിൽ നിന്നും 35th ആണ്. സോ ഈ ആള് നിൽക്കുന്ന പൊസിഷന്റെ അല്ലെ, അതായത് നിങ്ങളിപ്പോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഈ ഒറ്റ പൊസിഷന്റെ രണ്ട് ലൊക്കേഷൻ ആണ്, ഇയാൾ നിൽക്കുന്ന പൊസിഷന്റെ രണ്ട് ലൊക്കേഷൻ ആണ് 35ഉം 20ഉം തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഫോർമുല അറിയാം. ടോട്ടൽ ഇസ് ഈക്വൽ ടു റൈറ്റ് പ്ലസ് ലെഫ്റ്റ് മൈനസ് 1. സോ ഈ ഫോർമുല എങ്ങനെ വന്നു എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺസെപ്റ്റ്സിന്റെ ക്ലാസ് ഞാൻ തന്നെ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിലുണ്ട്. ആപ്പിന്റെ റെഫറൻസ് അല്ലെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, കോമന്റ്സിൽ ആഡ് ചെയ്ത് തരാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, യൂട്യൂബിൽ ഒരു ക്ലാസ് എടുത്തു തരാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. 35 20 എത്രയാണ്? 55. ഒന്ന് കുറച്ചാൽ 54 കിട്ടും അല്ലെ. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 54 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ നമ്പർ സി. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരച്ച് ശരിക്കും ഇത് സോൾവ് ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലാതെയും നമുക്കപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതല്ലാതെ എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്റർചേഞ്ച് നടക്കാന്ന് വെച്ചാൽ ഒരാളും രണ്ടാളും നിൽക്കുമ്പോൾ അവരുടെ പ്ലേസസ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ ചെയർ എടുത്തിട്ട് അവർ പോവില്ല അല്ലെ, അവരിയ്ക്കുന്ന ആ ചെയർ അവിടെ തന്നെ ഉണ്ടാവും. സോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഇന്റർചേഞ്ച് ചെയ്തതിന് ശേഷം ടോട്ടൽ നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇന്റർചേഞ്ചിന് ശേഷമുള്ള റാങ്ക് മാത്രം നോക്കുക. മനോജ് ബിക്കംസ് 35th ഫ്രം ദ റൈറ്റ് അല്ലെ. അപ്പൊ റൈറ്റിൽ നിന്ന് നമുക്ക് ഒരു റാങ്ക് ഇവിടെ കിട്ടി 35. ആദ്യമുള്ള റൈറ്റും ലെഫ്റ്റും നോക്കണ്ട, രണ്ടാമതുള്ളത് നോക്കുക. ഓക്കെ, രണ്ടാമതുള്ളത് റൈറ്റ് 35 ആണ്. നമുക്ക് ടോട്ടൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? ടോട്ടലിന്റെ ഫോർമുല ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 ആണ്. ഇവിടെ റൈറ്റ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ലെഫ്റ്റ് കിട്ടണം. എവിടുന്ന ലെഫ്റ്റ് കിട്ടുക? ലെഫ്റ്റിന്റെ റാങ്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 20th ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റിന്റെ റാങ്കും കിട്ടി, അത് എത്രയാണ്? 20th ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ആഡ് ചെയ്യുക, ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ ആൻസർ ഇവിടെ വീണ്ടും 54 എന്ന് കിട്ടും. നമുക്ക് ആദ്യം വേറെ ഒരു റൈറ്റ് തന്നിട്ടുണ്ട്, അതിനെ എടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഇന്റർചേഞ്ചിന് ശേഷം എന്താണോ വരുന്നത് അത് മാത്രം സെലക്ട് ചെയ്യാം. ഇവിടെ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ലെഫ്റ്റ് തന്നെങ്കിലോ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക, മുകളിൽ നിന്ന് റൈറ്റ് എടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ SSC CGL 2022 നിന്നും എടുത്തിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. Select the correct combination of mathematical signs to replace the star signs and balance the given equation. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യുക? ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നു, 4 ഓപ്ഷൻസിൽ 4 സെറ്റ് ഓഫ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ വരുമ്പോഴേക്കും എന്തായാലും ഒരു 2 മിനിറ്റ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എടുത്തു പോകും അല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ നമുക്ക് ഷോർട്ട് കട്ടിൽ സോൾവ് ചെയ്യാൻ പറ്റുക? നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈക്വൽ ടു 83 എന്ന് കിട്ടണം. എന്ന് വെച്ചാൽ ഈ സൈഡിൽ നമുക്കൊരു ഹോൾ നമ്പർ, ഒരു കംപ്ലീറ്റ് നമ്പർ കിട്ടണം അല്ലേ. നമുക്ക് ഈ സൈഡിൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. സോ ഇവിടെ നടക്കുന്ന ഡിവിഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുള്ളൂ അല്ലെ. ഇവിടെ 3/4 + 11 എന്ന് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഒരു ഹോൾ നമ്പർ കിട്ടുമോ? ആൻസർ ഫ്രാക്ഷനോ ഡെസിമലോ ആകും. അപ്പൊ ഇവിടെ നടക്കുന്ന ഡിവിഷൻ എന്താ സ്ഥിതി നോക്കുക, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷനിൽ ഇവിടെ 4/56 എന്നാണ് കിട്ടുന്നത്. ഡിവിസിബിൾ ഒക്കെയാണ് കാര്യം, പക്ഷെ ഇതിന് പുറകെ മൈനസും പിന്നെ ഇവിടെ 13 ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടേക്ക് ആൻസർ വരുന്നത് ഒരു ഫ്രാക്ഷൻ തന്നെയായിരിക്കും. അപ്പൊ ഇതിനെ നിങ്ങൾ നോക്കണ്ട, കംപ്ലീറ്റ് ഡിവിഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഇനി ഇവിടെ നോക്കിക്കേ, ഡിവിഷൻ ആണ്. സോ 156 ഡിവൈഡഡ് ബൈ 13 ആണ്. എത്ര തവണ പോവും? 12 തവണ പോവും. അപ്പോൾ ഇതിവിടെ ഡിവിസിബിൾ ആണ്, ഇത് ശരിയായിരിക്കും.
ഇവിടെയും ഡിവിസിബിൾ ആണ്, കുഴപ്പമില്ല. ഇവിടെ വീണ്ടും രണ്ടാമതാണ് 4/156 ആണ്, ഫ്രാക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ 2 ആൻസേഴ്സിനെ നമുക്ക് ഈസിലി എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ 2 എണ്ണം മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഒരു ചെറിയ ടിപ്പും കൂടെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, അതിപ്പം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 4 ആൻസർ ഓപ്ഷനും ഇവാലുവേറ്റ് ചെയ്താലാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളിൽ കൂടുതലും കറക്റ്റ് ആൻസർ ആവാൻ സാധ്യത ഓപ്ഷൻ സിയോ ഡിയോ ആയിരിക്കും. സോ നിങ്ങൾ ABCD താഴേക്ക് പോകുന്നതിന് പകരം DCB എന്ന് മുകളിലേക്ക് പോയാൽ കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നോക്കുക. ഓപ്ഷൻ നമ്പർ C ആണ് ഞാനിവിടെ ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടേക്ക് നമുക്ക് 21/4 ഉണ്ട്, അല്ല 21 into 4 ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഓപ്ഷൻ നമ്പർ C ആണ്. സോ ഇവിടേക്ക് നമുക്ക് 21 into 4 നമ്മൾ ആദ്യം എടുത്തു. അതിനുശേഷം -156 divided by 13, നെക്സ്റ്റ് +11 is equal to 83. ഇതാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ബോഡ് മാസ് റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്യണം. 156 ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 12 കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 84 കിട്ടും അല്ലെ. 84 -12 +11, -12 +11 എന്ന് വെച്ചാൽ എത്രയാ? നമുക്കിവിടെ -1 കിട്ടും. സോ 83 ശരിയാണ് അല്ലെ. therefore 83 is equal to 83. ഇനി നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ C അല്ല ചെയ്തത്, B ആണ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഫുള്ള് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഏകദേശം ഒരു സൈസ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ തെറ്റാന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ഓപ്ഷൻ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ 4 ഓപ്ഷനും നിങ്ങൾ കുത്തിയിരുന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഷോർട്ട് കട്ട്സിലൂടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പൊതുവേ വരുന്ന എല്ലാ റീസണിങ് ക്വസ്റ്റ്യൻസിലും ഇതുപോലെ ഷോർട്ട് കട്ട്സ് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ എല്ലാ ഷോർട്ട് കട്ട്സും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നെ കേട്ടോ. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഷോർട്ട് കട്ട്സിലൂടെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ വരുന്ന CGL 2024-25 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ അതിൽ നമ്മുടെ കോൺസെപ്റ്റ്സിന്റെ ഒപ്പം ഷോർട്ട് കട്ട്സും കൂടെ ഫോക്കസ് ചെയ്ത് വരുന്ന ക്ലാസ്സസ് ആയിരിക്കും. ഇനി റെക്കോർഡ് ക്ലാസ്സിന്റെ കൂടെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഒരു പേഴ്സണൽ സപ്പോർട്ട് പോലെ നിങ്ങളുടെ മെന്റർ കൂടെ ഉണ്ടാകും. മോക്ക് ടെസ്റ്റുകളും ലൈവ് ക്വിസസും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് നമ്മുടെ പുതിയ ക്ലാസ്സസ് വരുന്നത്. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും എഴുതി ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസിനെ പറ്റിയിട്ടോ എന്തെങ്കിലും പൊതുവായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫിൽ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ വന്നാൽ തീർച്ചയായിട്ടും കോമന്റ്സിലൂടെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.